വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇത് പെട്ടെന്നുള്ള ക്വിക്ക് വീഡിയോ ആയിരിക്കും. സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് ഇടുന്നത്. ഇന്നലെ നമുക്ക് ഡിസ്കോഡ് കാണാൻ പറ്റി. ഇങ്ങനെ ഡിസ്കോഡ് കാണുന്ന ദിവസം ഓപ്ഷൻ ബയർ അതിനകത്ത് കയറാതിരിക്കുക. അന്ന് നല്ല ട്രെൻഡ് പോയാലും അത് നമ്മുടെ ദിവസമല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓവർ ട്രേഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓപ്ഷൻ ബയർ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. നിഫ്റ്റിയിൽ ഇന്നലെ നിഫ്റ്റി സ്പോട്ട് മുകളിലോട്ടും ഓപ്പൺ എബോയും നിഫ്റ്റി ഫ്യൂച്ചർ ഇന്നലത്തെ ഓപ്പൺ ബിലോയുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്കോഡ് ഇന്നും കണ്ടിന്യൂ ചെയ്താൽ സൈഡ് വേസ് ആയി പോവും. ഇന്ന് എക്സ്പയറിയാണ്, വീക്ക്ലി കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറിയാണ് ഇന്ന് നിഫ്റ്റി 50-യുടെ. ഇത് സ്പോട്ടും ഫ്യൂച്ചറുള്ള വ്യത്യാസങ്ങൾ നോക്കുക. ഒരേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡുകൾ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എടുക്കുക. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 56 ഈ 56 എന്ന് പറയുന്നത് അറ്റ് ദ മണി ബേസ് ചെയ്ത് നോക്കുക. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും അറ്റ് ദ മണി ATM എന്ന് പറയും, അത് ബേസ് ചെയ്ത് നോക്കുക. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും നോക്കുക. ഇതാണ് ലെവൽസ്. ഈ 25,320 മുകളിൽ നിന്നാൽ 25,200 കാൾ സെല്ലർ പേടിക്കും. 25,200 കാൾ സെല്ലർ പേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ 25,320 ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാൾ സെല്ലർ പേടിക്കും, അവർ സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പോൾ സെല്ലർ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ ബൈ ചെയ്യണം അവർ. അതാണ് ലോജിക്ക്. അപ്പോൾ ഈ ലോജിക്ക് നോക്കിക്കൊണ്ട് വർക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.